സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പാട്ട് പൂർത്തിയാക്കുവാണ് കേട്ടോ. രാധികയുടെ പാട്ട് ആ മ്യൂസിക് ഡയറക്ടറിനും അവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുവാണ്. എല്ലാവരും രാധികയുടെ പാട്ടിനെ പുകഴ്ത്തുന്നുണ്ട്. അങ്ങനെ ആ ഡയറക്ടർ അവിടെയുള്ള ആ ഒരു സ്റ്റുഡിയോയുടെ ഓണറിനോട് പറയണേ, രാധികയ്ക്കുള്ള പ്രതിഫലം അത് ഒട്ടും കുറക്കണ്ട, മുമ്പ് പാടാനിടുന്ന കുട്ടിക്ക് നിശ്ചയിച്ചിരുന്ന അതേ തുക തന്നെ കൊടുത്തോളൂ. അന്നേരം രാധിക പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അത്ര വലിയ പ്രതിഫലമൊന്നും വേണ്ട. സത്യം പറയാലോ, ഞാനിങ്ങോട്ട് പാട്ട് പാടാൻ വന്നതല്ല. ആറ്റുവാശ്ശേരി സദ്യ എന്ന് പറഞ്ഞ ചെറിയൊരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട് എനിക്ക്. ഈ ചേട്ടനോടുള്ള പരിചയം കാരണമാണ് ഇങ്ങോട്ടേക്ക് ഞാൻ സദ്യമായിട്ട് വന്നത്. അന്നേരം കോറസ് പാടാനുള്ള ഒരു കുട്ടിയില്ലെന്നും പറഞ്ഞ് എനിക്കതിനുള്ള അവസരം തന്നു. ഇപ്പോൾ ദാ സാറിനെ പോലെ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ സോങ്ങിൽ എനിക്ക് പാടാൻ കഴിഞ്ഞു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അന്നേരം ആ ഡയറക്ടർ പറയണേ, രാധിക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇയാൾക്ക് അത്രയധികം ടാലൻ്റ് ഉണ്ട്. താൻ അർഹിക്കുന്ന പ്രതിഫലം തന്നെയായത്. എന്തെന്നാ പേര് എഴുതേണ്ടത്? രാധിക എന്നാണോ? അല്ല, രാധിക വരുൺ. അങ്ങനെ അയാൾ ആ ചെക്കിൽ പേര് എഴുതാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്താണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത്. നിർത്ത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങളുടെ സിനിമയിൽ ഇവളെ കൊണ്ട് പാടിക്കാൻ തന്നോട് ആര് പറഞ്ഞടോ? അതെ, ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കുന്നത് ഞാനാ. അപ്പോൾ എൻ്റെ അനുവാദം ചോദിച്ചിട്ട് വേണം താൻ ഓരോ കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിക്കാനും ഒക്കെ. ഈ സമയം ഡയറക്ടർ പറയണേ, നിങ്ങളിതെന്തറിഞ്ഞിട്ടാണ്? മ്യൂസിക്കിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കല്ലേ ഉള്ളത്. എൻ്റെ മ്യൂസിക്കിൽ ആര് വേണം ആര് വേണ്ട, ആരെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എഗ്രിമെൻറ്റിൽ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? തൻ്റെ ഒരു എഗ്രിമെൻറ്റ്. ഈ സിനിമയ്ക്ക് വേണ്ടി പടം മുടക്കുന്നത് ഞാനാണെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വേണം ഇവിടെ നടക്കാനായിട്ട്. ഇവൾ പാടുന്ന പാട്ട് എൻ്റെ സിനിമയിൽ അങ്ങനെ വേണ്ട. അങ്ങനെ ആ പാട്ടുണ്ടെങ്കിൽ ആ സിനിമ എന്താണെങ്കിലും പരാജയപ്പെടും. അത്രയ്ക്ക് രാശിയല്ലേ ഇവൾക്കുള്ളത്. ഈ സമയം അവിടുത്തെ ഓണർ പറയണേ, നിങ്ങളിതെന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഓൾറെഡി പാടാനിരുന്ന ആ റാണിയുണ്ടല്ലോ, അഹങ്കാരം കാണിച്ച് ഇവിടെ നിന്ന് പാടാതിറങ്ങിപ്പോയതാണ്. ആ സമയത്ത് കൃത്യസമയത്ത് രാധിക വന്നതും രാധികയെ കൊണ്ട് പാട്ട് പാടിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതും. റാണി പാടുന്നതിലും വളരെ മനോഹരമായിട്ട് തന്നെ രാധിക പാടിയിട്ടുള്ളത്. അത് നമ്മുടെ പടത്തിന് നല്ലൊരു ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഇവൾ തൊട്ടതൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവും. അങ്ങനെയല്ല, ഇവൾ പാടിയ പാട്ട് ഞങ്ങളുടെ സിനിമയിൽ വേണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, അത് നിങ്ങൾ അനുസരിച്ചാൽ മതി. ഈ സമയം മ്യൂസിക് ഡയറക്ടർ പറയുന്നുണ്ട്, ഇതെന്താണ്, എന്ത് ന്യായം ഇതിലുള്ളത്? പാട്ട് പാടാൻ വരുന്ന ആളുടെ സ്വഭാവശുദ്ധിയും അയാളുടെ ഭാഗ്യവും നിർഭാഗ്യവും അതൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ല. പാട്ട് എങ്ങനെയുണ്ട് അത് മാത്രം നോക്കിയാൽ മതി. രാധികയുടെ പാട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. അതെ, രാധികയ്ക്ക് ഞാൻ പറഞ്ഞ തുക തന്നെ സാലറി ആയിട്ട് കൊടുക്കണം. അതെ, രാധിക കൊടുക്കേണ്ട തുക എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ കൊടുത്തോളൂ. ആ പാട്ട് ഇവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കത് ഉപയോഗിക്കാമല്ലോ. ഈ സമയം രാധിക പറയുന്നുണ്ട്, സാർ അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സാറിനെ പോലെ ഇത്രയും വലിയൊരാളുടെ സോങ് എനിക്ക് പാടാൻ പറ്റിയല്ലോ. അത് തന്നെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് കാണുന്നൊരു കാര്യമോ. എനിക്ക് കിട്ടിയ മഹാഭാഗ്യമാണത്. എനിക്കത് മാത്രം മതി, പ്രതിഫലമൊന്നും വേണ്ട. ഇവരിതുപോലെ പലതവണ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതേ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇവരെന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളും പെരുമാറ്റമൊന്നും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ കഴിവിനെ നിങ്ങൾ രണ്ടുപേരും അംഗീകരിച്ചല്ലോ, അത് ഒത്തിരി നന്നായെന്ന് പറഞ്ഞല്ലോ, അത് മാത്രം മതി. എൻ്റെ മനസ്സ് നിറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നാൽ ശരി ചേട്ടാ, നമുക്ക് നാളെ കാണാം. ഞാൻ നാളെ വരാം. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശി ആ സ്റ്റുഡിയോൻ്റെ ഓണറിനോട് ചോദിക്കണേ, എടോ എന്നാലും തനിക്ക് എങ്ങനെ തോന്നിയടോ ഞങ്ങളോട് നന്ദികേട് കാണിക്കാൻ? ഞങ്ങളല്ലേ തനിക്ക് പൈസ തരുന്നത്, എന്നിട്ട് താൻ അവളുമായിട്ട് എന്തിനാണ് കൂട്ടുകൂടുന്നത്? അതെ, നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തരുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ അടിമകളാക്കി വെക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. കലയിൽ കച്ചവടമുണ്ട്, എന്നാലും കലയെ പൂർണ്ണമായും കച്ചവടമാക്കി കളയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്കങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അന്നേരം സുകുമാരി പറയണേ, അതെ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പൈസ മുടക്കുന്ന സിനിമയിൽ അതിൽ ഞങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ സിനിമയിൽ പാട്ട് പാടാനാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യാനാണെങ്കിലും എന്തിന് വയലിൻ വായിക്കാനാണെങ്കിൽ പോലും വരുന്ന ആളെ ആദ്യം ഞങ്ങൾക്ക് കാണണം. കണ്ടുറപ്പിച്ച് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം മതി നിങ്ങളുടെ റെക്കോർഡിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കേട്ടോടോ, ഈ സ്റ്റുഡിയോ തൻ്റെ അല്ലേ. ഞങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ, തൻ്റെ ഈ സ്റ്റുഡിയോ പോലും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ പ്രൊജക്റ്റിൽ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അന്നേരം അയാൾ പറയണേന്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിലെ തോറ്റു തരാനും മാത്രം അത്ര ആത്മാഭിമാനമില്ലാത്ത വ്യക്തിയല്ല ഞാൻ. എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇത്തരം നിലവാരമില്ലാത്ത ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് നിങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യുന്നതിലും നല്ലത് ഈ വർക്കിൽ നിന്നും പിന്മാറുന്നത് തന്നെയാണ്. അങ്ങനെ ആരുടെ വർത്താനമൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും അങ്ങ് ദേഷ്യം വരുവാണ്.
പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും സാറയും കൂടി കണിമംഗലത്തെത്തുന്നതായിരിക്കും കേട്ടോ. ഈ സമയം സാറ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ചന്ദ്രശേഖരനും കൂടെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി ചിരിച്ച് കളിച്ച് സംസാരിച്ചകത്തേക്ക് വരുവാണ്. ചന്ദ്രു, നമ്മുടെ ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തില്ലേ? ഒരു 1 വീക്ക് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും നമുക്ക് നല്ലൊരു സ്ഥലവും ഡെസ്റ്റിനേഷനൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഡേയ്സ് കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 വീക്സ് ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിലും ഈ ബിസിനസ്സിൽ സ്ട്രെസ്സിൽ നിന്നും തിരക്കുകളിൽ നിന്നുമൊക്കെ ഒന്ന് മാറി കുറച്ച് സമയം നമുക്ക് മാത്രമായിട്ട് അത് വളരെ നല്ലത് തന്നെയായിരിക്കും, അല്ലേ ചന്ദ്രു? പിന്നല്ലാതെ ഹിമാലയൻ ട്രിപ്പ് എന്താണെങ്കിലും സാറയുടെ നല്ലൊരു ചോയ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഹിമാലയം അല്ലാതെ നമുക്ക് വേറെ കുറച്ച് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയാലോ? അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകുമല്ലോ. ശരിയാ അത് പറഞ്ഞത്. എന്താണെങ്കിലും 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് മതി. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കമ്പനിയിലെ അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീർക്കാം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ട്രിപ്പ് ഒരു 2 ആഴ്ച എന്നുള്ളത് 1 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്താലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ഉർവശി താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഉർവശിയെ കാണുന്നതും സാറയും ചന്ദ്രശേഖരനും ഉർവശിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ഉർവശിയുടെ മുഖത്തുള്ള ആ കുരുക്കളൊക്കെ കാണുന്നതും സാറ് ചോദിക്കണേ, അല്ല എന്താ ഇത്? എന്താ ഉർവശിയുടെ മുഖത്ത് കുരുക്കൾ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അത് ഇയാൾക്ക് ഇതുപോലെ ഇടയ്ക്ക് അലർജിയൊക്കെ വരാറുണ്ട്. അലർജിയോ മറ്റെന്താണെന്ന് തോന്നുന്നു. ഈ സമയം സാറ് നോക്കിയിട്ട് പറയണേ, ഏയ് ചന്ദ്രു, എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കിതൊക്കെ കണ്ടിട്ട് വെറും ഒരു അലർജി ആയിട്ട് തോന്നുന്നില്ല. ഇത് ചിക്കൻ ബോക്സ് ആണെന്ന് തോന്നുന്നു. അന്നേരം ഉർവശി ഞെട്ടിലോട് പറയണേ, അയ്യോ എനിക്ക് ചിക്കൻ ബോക്സ് ഒന്നുമല്ല. ചന്ദ്രേട്ടൻ അറിയാവുന്നതല്ലേ, ചൂട് കൂടുന്ന സമയത്ത് എൻ്റെ മുഖത്ത് ഇതുപോലെ ചില പാടുകളൊക്കെ കാണും. അല്ലാതെ ഇത് ചിക്കൻ ബോക്സ് ഒന്നും അല്ല. അന്നേരം സാറ് പറയണേ, ഉർവശിക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഈ ചിക്കൻ ബോക്സൊക്കെ ഇങ്ങനെ കെയർലെസ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് കൂടി പകരില്ലേ? ചന്ദ്രു, ഇത് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഉർവശി, സാറ് പറയുന്നതിലും കാര്യമുണ്ട്. നിനക്ക് ഇതിനു മുമ്പ് ഇത്തരം കുരുക്കളൊന്നും വന്നിട്ടില്ല. ഇത് സാറ് പറഞ്ഞതുപോലെ ചിക്കൻ ബോക്സ് തന്നെ ആകാനാണ് സാധ്യത. ചന്ദ്രേട്ടാ, ഏട്ടനും കൂടി അങ്ങനെ വിശ്വസിക്കുവാണോ? ഈ സമയം സാറ് പറയണേ, എന്താണെങ്കിലും ഇതുപോലുള്ളൊരു പകർച്ചവ്യാധി വെച്ച് ഉർവശി വീട്ടിൽ തുടരുന്നത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് കുറച്ച് ദിവസം തൽക്കാലത്തേക്ക് ഉർവശി മറ്റെങ്ങോട്ടെങ്കിലും മാറണം, ഇവിടെ നിന്ന് പോകണം. അന്നേരം ഉർവശി ചോദിക്കണേ, അത് കൊള്ളാലോ, ഞാൻ ഇവിടെ നിന്ന് പോകണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? അന്നേരം ചന്ദ്രശേഖരൻ ദേഷ്യപ്പെടണേ, ഉർവശി, ഈ വീട് തന്നെ സാറാ മേഡത്തിൻ്റെ പേരില്ല. അപ്പോൾ സാറാ മേഡം പറയുന്നത് വേണം ഇവിടെ അനുസരിക്കാനായിട്ട്. മേഡം പറഞ്ഞു നേരാ, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ അത് ബാക്കിയുള്ളവർക്കും കൂടിയാ ദോഷം. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. ചന്ദ്രേട്ടാ, ഞാൻ എങ്ങോട്ട് പോകാനാ? ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, സാറാ, പെട്ടെന്ന് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. പിന്നെ ഹോട്ടലിലോ മറ്റോ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും ഇവൾക്കറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഉർവശി ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കട്ടെ, അല്ലേ സാറാ? അത് കേൾക്കുന്നത് ഉർവശി ചോദിക്കണേ, ചന്ദ്രേട്ടാ, എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഔട്ട് ഹൗസിൽ താമസിക്കാനോ? അവിടെ എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക? അതിനെന്താ കുഴപ്പം? അമ്മ ഇത്രയും ദിവസം അവിടെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടുണ്ടല്ലോ, ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഉർവശി, നീ എത്രയും പെട്ടെന്ന് തന്നെ ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റ്. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നതോടുകൂടി ഉർവശി ആകെ തകർന്നു പോകുവാണ്. ചന്ദ്രേട്ടാ, എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയതാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ ഇന്നിവിടെ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനപ്പോൾ പോകണം, അല്ലേ ചന്ദ്രേട്ടാ? അങ്ങനെ പറഞ്ഞ് ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണ് കേട്ടോ ഉർവശി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നത്. അതൊക്കെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുവാണ് സാറാ. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി തിരികെ വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ്. അന്നേരം രാധിക അവിടെ സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന കാര്യമെല്ലാം വരുണിനോട് പറയുന്നുണ്ട്. എന്നിട്ട് രാധിക പറയണേ, എന്നാലുവേ അവിടെ ആ കോറസ് പാടാനായിട്ട് പിന്നെ നിന്നതാ ഞാൻ. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ അവിടെ പോയി പാട്ട് പാടേണ്ട? പ്രിയങ്കയും മുത്തശ്ശിയും കൂടി വന്നാണെങ്കിൽ അവിടെ വന്ന് അപമാനിച്ചു. എടോ, അവർ പറയാനുള്ളതൊക്കെ പറയട്ടെ. പക്ഷെ താൻ പാടിയ പാട്ടിനെക്കുറിച്ച് തനിക്ക് കിട്ടേണ്ട പ്രശംസയ്ക്ക് കിട്ടിയില്ലേ? ശ്യാമ മേഡം പോലും ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആരാധിക്കുന്ന അത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ പ്രശംസ തനിക്ക് കിട്ടിയെങ്കിൽ അതല്ലേടെ വലിയ കാര്യം. എടോ, ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, താനെ ഭാവിയിൽ സിനിമാ ലോകത്തെ വലിയൊരു താരവും തൻ്റെ അമ്മ എല്ലാവരും ആരാധിക്കപ്പെടുന്നത് പോലെ താനും ഒരു ദിവസം അതിനേക്കാൾ വലിയൊരു ഉയരങ്ങളിലെത്തും. ആ ഒരു വിശ്വാസവും സ്വപ്നമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ അതിനുള്ളൊരു മുന്നോടിയാണ്. പിന്നെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ വരുന്നുള്ളത്. ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്, പക്ഷേ ആ പാട്ട് ഇതുവരെ പുറം ലോകം കേട്ടിട്ടില്ല. അങ്ങനെയുള്ള തലവരെയാണ് എനിക്കുള്ളത്. എടോ, താൻ ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു അരമണിക്കൂർ നീണ്ട മോട്ടിവേഷൻ ക്ലാസ്സെങ്കിലും താൻ തരുമല്ലോ. എന്നിട്ട് ഇതൊന്നും സ്വന്തം കരുതി കാണുന്നില്ല. എടോ, എനിക്ക് തൻ്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. അധികം വൈകാതെ തന്നെ തൻ്റെ കഴിവ് ഈ ലോകം മുഴുവൻ തിരിച്ചറിയും. എല്ലാവരും
ആരാധനയോടെ നോക്കുന്ന ഒരു വലിയ ഗായികയായിട്ട് എൻ്റെ പെണ്ണ് മാറും. താൻ കണ്ടോ? അങ്ങനെ പറഞ്ഞ് വരുൺ രാധിക മുമ്പോട്ട് നടക്കുമ്പോഴായിരിക്കും കേട്ടോ നേരത്തെ സ്റ്റുഡിയോയിൽ വെച്ചുണ്ടായ ആ മ്യൂസിക് ഡയറക്ടറിനെ അവർ കാണുന്നത്. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വരുമായിരിക്കും. അങ്ങനെ രാധിക ആ ഒരു ഡയറക്ടറെ വരുണിന് കാണിച്ചു കൊടുക്കുക. ദേ, ഇതാണ് ആ മ്യൂസിക് ഡയറക്ടർ സാറ്, വാ വരും, നമുക്കൊന്ന് പോയി സംസാരിക്കാം. അങ്ങനെ അവർ രണ്ടാളും ആ ഡയറക്ടർ സാറിൻ്റെ അരികിലെത്തുക. ആ, ഇതാര്? രാധികയോ? സാറെന്താ ഇവിടെ? അതെന്താ, എനിക്ക് ഈ വഴി വന്നൂടെ? ഞാനേ നാഗർകോവിലിൽ ഒരു പരിപാടിയുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു ശീലമാണ്. അതിനുവേണ്ടി വന്നതായിരുന്നു ഞാൻ. അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളിൽ എനിക്ക് നല്ല വിഷമമുണ്ട് രാധികയെ പോലെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സിംഗർ. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു സിംഗറിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. യു ആർ വെരി ടാലൻറ്റഡ്. തന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ അവർ തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് അപമാനിച്ചു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവർക്ക് തന്നെ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചാലും എത്രത്തോളം അപമാനിക്കാൻ ശ്രമിച്ചാലും താൻ അതിൽ നിന്നെല്ലാം ഉയർന്നു വരും. അത്രയ്ക്കും മധുരമുള്ള ശബ്ദമാണ് തൻ്റേത്. ഈ ലോകം ആവശ്യപ്പെടുന്നൊരു ശബ്ദം. അധിക നാളൊന്നും ആ ശബ്ദം മൂടിവെക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. രാധിക പാടിയ ആ പാട്ടിലൂടെ എനിക്കൊരു കാര്യം ഉറപ്പാണ്. അധികം വൈകാതെ താൻ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത ഗായികയെ മാറും. എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം രാധികയ്ക്കാണെങ്കിൽ ആ ഒരു ഡയറക്ടറിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഈ സമയം വരുൺ ചോദിക്കണേ, ഇപ്പം എന്തായി? മനസ്സ് നിറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? അത്രയും വലിയ ആൾ തന്നെ തൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്തോഷമില്ലേ? പിന്നെ അല്ലാതെ, അത്രയും വലിയൊരു സാറിൻ്റെ വായിൽ നിന്നും എൻ്റെ പാട്ട് നല്ലതാണെന്ന് കേൾക്കുന്നതിൽ പല സന്തോഷം മറ്റെന്താ ഉള്ളത് വരും? എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇതിലും വലുതായിട്ട് ഇനി എന്താ കിട്ടാനുള്ളത്? ആ, അതാണ് ഞാൻ ദേ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ലേ, അതുപോലെ കുറച്ച് നാൾ കൂടി തന്നെ ഇങ്ങനെ എനിക്ക് ചേർത്ത് പിടിക്കണം. പിന്നീട് എനിക്കതിന് പറ്റിയില്ലെങ്കിലോ? ആരാധകരെല്ലാവരും കൂടിയേ എൻ്റെ പെണ്ണിന് ചുറ്റും വളഞ്ഞാലോ? ഒന്ന് പോവരുൺ എന്നും പറഞ്ഞ് രാധിക ചിരിച്ചുകൊണ്ട് വരുണിൻ്റെ ഒപ്പം മുന്നോട്ട് നടക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യയും കൽപ്പനയും കൂടി അമ്പലത്തിൽ പോയതിനു ശേഷം കറക്കമൊക്കെ കഴിഞ്ഞ് തിരികെ കണിമംഗലത്തെത്തുവാണ്. അന്നേരം കൽപ്പന പറയുന്നുണ്ട്, സൂര്യ, അമ്മയച്ഛനൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? എങ്ങനെ ഇരിക്കും എന്നോട് പ്രതികരിക്കുന്നത്? അവർക്കിപ്പോഴും പഴയ ദേഷ്യം എന്നോടുണ്ടാകുമോ? എൻ്റെ മാറ്റം അവർ അംഗീകരിക്കുമോ സൂര്യ? എടോ, തനിക്ക് അമ്മയച്ഛനും നന്നായിട്ട് അറിയാവുന്നതല്ലേ? അവരെങ്ങനെ ഒന്നും മനസ്സിൽ വെക്കുകയൊന്നുമില്ല. താൻ നോക്കിക്കോ, എല്ലാ കാര്യങ്ങളും മറന്നായിരിക്കും തന്നെ അമ്മയച്ഛനും സ്വീകരിക്കാൻ പോകുന്നത്. താൻ ധൈര്യമായിട്ട് വാടോ. അങ്ങനെ സൂര്യക്കൊപ്പം കൽപ്പന അകത്തേക്ക് കയറുക. ഈ സമയം പത്മിനി സൂര്യയെ കാണുന്നതും ഓടി വന്ന് കെട്ടിപ്പിടിക്കണേ. മോനെ, സുഖമല്ലേടാ നിനക്ക്? അമ്മേ, രാത്രിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറയാലോ മോനെ, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ആർക്കും ആരോടും പരാതിയില്ല, പരിഭവങ്ങളില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന 2 കവൾ കഞ്ഞി അത് കുടിക്കുമ്പോൾ തന്നെ മനസ്സും വയറുമൊക്കെ നിറയും. പിന്നീട് എല്ലാവരും കൂടി ഒന്നിച്ചുള്ള യാത്രയും നടത്തുമൊക്കെയാണ്. നടക്കുമ്പോൾ ദൂരമുണ്ടെന്ന് പോലും അറിയില്ല. സംസാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് പോകും. ഇതുവരെ അനുഭവിക്കാത്ത തരം പ്രത്യേകതരം ഒരു ഫീലായിരുന്നു ഈ യാത്രയിലുടനീളം ഉണ്ടായത്. മനസ്സിനും വല്ലാത്തൊരു സമാധാനം കിട്ടി. അന്നേരം സൂര്യ വരണേ, ആഹാ, ഇനിയപ്പോൾ ഒരു 2-3 യാത്രയും കൂടി കഴിഞ്ഞാൽ അമ്മ പൂർണ്ണമായിട്ടൊരു സന്യാസിനായി മാറുമെന്ന് തോന്നുന്നു. ഒന്ന് പോടാ ചുമ്മാ കളിയാക്കാതെ. അല്ല, അച്ഛനെവിടെ? അച്ഛന്താ ഫ്രഷ് ആകാനായിട്ട് റൂമിലേക്ക് പോയിരിക്കുക. ഈ സമയം കൽപ്പന പറയുന്നുണ്ട്, അമ്മേ, ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അമ്മേനെയും അച്ഛനെയും സൂര്യയും നമ്മുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ കൂട്ടി നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാം മോളെ, ഞാനിവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു. നിൻ്റെ ഈ മാറ്റം നല്ലതിന് തന്നെയാണ്. ഞങ്ങളവിടെ പോയപ്പോൾ പ്രാർത്ഥിച്ചത് മുഴുവൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. തിരിച്ചെത്തിയപ്പോൾ ഈ കാര്യം അറിഞ്ഞതും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അതേക്കുന്നതും കൽപ്പനക്ക് സന്തോഷമാകുന്നതിന് കൽപ്പന അങ്ങനെ പത്മിനിയുടെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അല്ലമ്മേ, ഇവിടെ വേറെ ആരുമില്ലേ? ചെറിയമ്മയ്ക്ക് ഇവിടെ? നേരം പത്മിനി പറയണേ, ഉർവശിയെ ഔട്ട് ഹൗസിലാണ്. ഔട്ട് ഹൗസിലോ? എന്തുപറ്റി ചെറിയമ്മക്ക്? അത് പിന്നെ ഉർവശിക്ക് ചിക്കൻ പോക്സ് ആണെന്നാണ് തോന്നുന്നത്. മുഖത്തൊക്കെ കുരുക്കൾ പൊന്തിയിട്ടുണ്ട്. ഞാൻ ആ നേരം തന്നെ ഉർവശിയോട് പറഞ്ഞതാ റൂമിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ. എന്നാൽ അവളത് കേട്ടില്ല. ചന്ദ്രശേഖരനും സാറയും കൂടി വന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് ചെന്നു. അവർ ഉർവശിയോട് ഇവിടെ നിൽക്കേണ്ടെന്നും ഔട്ട് ഹൗസിലേക്ക് പോകാനും പറഞ്ഞു. എന്താണെങ്കിലും നമുക്ക് ചന്ദ്രശേഖരനോടൊന്ന് സംസാരിക്കാം. എന്തൊക്കെയാണെങ്കിലും അവൾ ഇവിടെ ഏതെങ്കിലും റൂമിൽ തന്നെ താമസിപ്പിക്കാൻ ചന്ദ്രശേഖരനോടൊന്ന് പറഞ്ഞു നോക്കാം. അതാവുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് പോയി ശ്രദ്ധിക്കാമല്ലോ. ഈ സമയം സൂര്യ പറയണേ, എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്താണെങ്കിലും കുറച്ച് നാൾ അവരവിടെ ഔട്ട് ഹൗസിൽ തന്നെ കിടക്കട്ടെ. ഒരു ചെറിയ പനി വന്നതിൻ്റെ പേരിൽ മുത്തശ്ശീനെ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടതല്ലേ അവർ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ലല്ലോ നമ്മുടെ മുത്തശ്ശിക്ക്. അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഈ രീതിയിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നാൾ അവരനുഭവിക്കട്ടെ. ഒറ്റപ്പെടലിൻ്റെയും അവഗണിക്കുന്നതിൻ്റെ വേദന എന്താണെന്ന് അവരും ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം മതി നമ്മളുടെ സഹായവും എല്ലാം. ശരി,
എന്നാൽ നീ പറയുന്നത് പോലെ തന്നെ ആവട്ടെ സൂര്യ എന്ന പത്മിനിയും പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ ശ്യാമയും അമൃതയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അമൃത ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ശ്യാമേ, തലവേദനയൊക്കെ മാറിയോ? ചെറിയൊരു കുറവുണ്ട് ഏട്ടത്തി, എന്നാലും പൂർണ്ണമായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല. തലയ്ക്കിപ്പോഴും ആകെ ഒരു പെരുപ്പാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ ആ നഴ്സുമാർ വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. അത് കാണുന്നതും ശ്യാമയാണെങ്കിൽ ആകെ ഭയന്ന് അമൃതയോടൊപ്പം നിൽക്കുക. അന്നേരം നഴ്സുമാർ വന്നതും ശ്യാമയോട് പറയണേ, അതെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ഇഞ്ചക്ഷനോ? എന്തിനാണ് ഇഞ്ചക്ഷൻ? ഇന്നലെ നിങ്ങളോട് പോയി ശ്യാമയുടെ ബലമായിട്ട് പിടിച്ച് ഇഞ്ചക്ഷൻ എടുത്തതല്ലേ? ആ ഇഞ്ചക്ഷന് ശേഷം ശ്യാമ എത്രത്തോളം ബുദ്ധിമുട്ടിയെന്നറിയോ? ശ്യാമയ്ക്ക് ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു ഇഞ്ചക്ഷനും ശ്യാമയുടെ ദേഹത്തെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ സമയം അവർ പറയണേ, ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഏട്ടത്തി പറഞ്ഞത്. എനിക്ക് ഒരു അസുഖവും ഇല്ല. അഥവാ ഇനി അസുഖം ഉണ്ടെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. എവിടെ ആ ഡോക്ടറെ വിളിക്ക്, അയാൾ വന്ന് എന്നെ പരിശോധിക്കട്ടെ. എന്നിട്ട് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലേ മരുന്ന് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാം. ഈ സമയം ആ നേഴ്സ് പറയണേ, നിങ്ങൾ വെറുതെ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സെക്യൂരിറ്റിനെ വിളിക്കും. സെക്യൂരിറ്റി? ഈ സമയം അമൃത പറയണേ, ആരെയും വിളിക്കാൻ പോകുന്നില്ല. എവിടെ ആ ഡോക്ടർ? എവിടെ? അയാളെ കാണട്ടെ, അയാളോട് സംസാരിക്കട്ടെ ഞാൻ എന്നും പറഞ്ഞ് അമൃത അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. പെട്ടെന്നായിരിക്കും വാതിലും തുറന്ന് ഡോക്ടർ അകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ ഡോക്ടറെ കാണുന്നതും പതിയെ ഭയന്ന് അമൃത പിന്നോട്ട് നടക്കുമായിരിക്കും. ഈ സമയം ശ്യാമയും ഒന്ന് ഭയന്ന് നിൽക്കുവാണ്. അന്നേരം ദേഷ്യത്തോടെ അയാൾ അമൃതയുടെ അരികിലേക്ക് വന്ന് അമൃതയുടെ കരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന അമൃതേനെയും ശ്യാമേനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നഴ്സുമാരെ ബലം പ്രയോഗിച്ച് ശ്യാമയുടെ കയ്യിലേക്ക് വീണ്ടും ആ ഇഞ്ചക്ഷൻ കുത്തിവെക്കുവാണ്. അങ്ങനെ അത് ശരീരത്തിലേക്ക് കയറുന്നതും വീണ്ടും ശ്യാമയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയും ഒക്കെ തോന്നുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമ വല്ലാതെ വേദന എടുത്ത് പൊളയുവാണ്. ഈ സമയം ഉറങ്ങിക്കിടന്ന രാധികയ്ക്കാണെങ്കിൽ വീണ്ടും ശ്യാമ വല്ലാതെ വേദനിക്കുന്നതായിട്ടും കരയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്ത് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അരികിൽ കിടന്ന വരുണും രാധികയ്ക്ക് സംഭവിച്ചു തെറിഞ്ഞ് രാധിക ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി കാറിൽ സാറൊക്കൊപ്പം എവിടെയോ കറങ്ങാൻ പോയിരിക്കുന്ന ചന്ദ്രശേഖരനെയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രശേഖരനും സാറേയും കൂടി കാറിലിരുന്ന് ഭയങ്കര സംസാരത്തിലാക്കിയായിരിക്കും. ഈ സമയത്തായിരിക്കും തീരെ വയ്യാതെ ആവശ്യമായിട്ട് ഔട്ട് ഓഫ് ഇരിക്കുന്ന ഉർവശിയാണെങ്കിൽ ചന്ദ്രശേഖരനെ വിളിക്കുന്നത്. ചന്ദ്രേട്ട എവിടെയായത്? എനിക്ക് തീരെ വയ്യ. ചന്ദ്രേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഉർവശി എന്താ ഇത്? ഞാൻ കഷ്ടപ്പെടുന്നതേ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അത് താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു മീറ്റിങ്ങിലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. താണെന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചിട്ട് പോകാമോ എന്നും പറഞ്ഞ് ഉർവശിയുടെ കോള് അവോയ്ഡ് ചെയ്യുവാണ്ടോ ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ്റെ ഈ പെരുമാറ്റമൊക്കെ ഉർവശിയെ വല്ലാതെ അങ്ങ് തളർത്തിക്കളയുവാണ്. താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് തനിക്കിപ്പോൾ കിട്ടുന്നതെന്നുള്ളൊരു ചിന്ത ഉർവശിയുടെ മനസ്സിലും വന്നു തുടങ്ങുവാണ് കേട്ടോ. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ശ്യാമയുടെ അമൃതയുടെ റൂമിലേക്ക് ഒരു 8 വയസ്സുള്ള ഒരു പയ്യനും കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആ പയ്യൻ ശ്യാമയോട് അമൃതയോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. ശ്യാമയെ നോക്കിയിട്ട് ആ പയ്യൻ പറയണേ, ദേ എൻ്റെ വീടിനടുത്തെ ആൻറ്റി ഇപ്പോൾ ഒരു ചേച്ചിയുണ്ട്, രാധിക ചേച്ചി. അത് കേൾക്കുന്നതും ശ്യാമ അമൃത ഷോക്കാകുവാണ്. രാധികയുടെ വീടിനടുത്തുള്ള പയ്യൻ അവർക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. എന്തോ ഒരു പ്രതീക്ഷ അവർക്ക് രണ്ടുപേരെടുക്കും തോന്നുവാണ് കേട്ടോ. ഈ സമയം ആ പയ്യനെ പിടിക്കാനായിട്ട് നഴ്സുമാരും ഡോക്ടറും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആ സെക്യൂരിറ്റീനെയൊക്കെ കാണുന്നതും ആ പയ്യൻ പേടിച്ച് പിന്നാലെ ബാക്കിലേക്ക് ഓടുവാണ്. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മരുന്നും ഒന്നും വേണ്ട എന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുവാണ് കേട്ടോ ആ പയ്യൻ. ഈ സമയം ആ സെക്യൂരിറ്റിക്കാരൊക്കെ വന്ന് ബലം പ്രയോഗിച്ച് ആ പയ്യനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുവാണ് ശ്യാമ അമൃതയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്